നമസ്കാരം. തമിഴ്നാട്ടിലെ തീവ്ര ശിവഭക്തരായിരുന്ന 63 നായന്മാരിലൊരാളായ തിരുജ്ഞാന സമ്പന്തർക്ക് ദേവി ശ്രീപാർവതി ജ്ഞാനപ്പാൽ കൊടുത്ത ക്ഷേത്രമാണ് സീർകാഴി സട്ടൈനാഥർ കോവിൽ. ഭഗവാൻ ശ്രീപരമേശ്വരൻ തിരുജ്ഞാന സമ്പന്തർക്ക് ഉച്ചിയൂണ് കൊടുത്ത ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு ഉച്ചിനാഥ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കടലൂർ ജില്ലയിൽ ശിവപുരി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ, ഉച്ചിനാഥ സ്വാമി, ഉച്ചിനാഥേശ്വരർ, മധ്യാഹ്നേശ്വരർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, ഉച്ചിനായകി, കനകാംബികെ എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. ഈ കോവിലിന് കനകാംബാൾ കോവിൽ എന്നും നാമമുണ്ട്. പാർവതീദേവി തിരുജ്ഞാന സമ്പന്തർക്ക് ജ്ഞാനപ്പാൽ കൊടുത്തപ്പോൾ ശിവഭഗവാൻ സമ്പന്തർക്ക് ഉച്ചിയൂണ് കൊടുത്ത സ്ഥലമാണ് തിരുനെൽവായിൽ ഉച്ചിനാഥ സ്വാമി കോവിൽ. അതിനാൽ തന്നെ കുഞ്ഞുങ്ങളുടെ ചോറൂണിന് പ്രശസ്തിയുള്ള ക്ഷേത്രമാണിത്. കാവേരി നദിയുടെ വടക്ക് കരയിലുള്ളതും തമിഴ്നാട്ടിലെ തീവ്ര ശിവഭക്തരായിരുന്ന 63 നായന്മാരുടെ കവിതാസമാഹാരമായ ദേവാരമ്പാടിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ 274 ശിവക്ഷേത്രങ്ങളിൽ മൂന്നാമത്തേതാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ തിരുജ്ഞാന സമ്പന്തർ ഈ ക്ഷേത്രത്തിലെ മൂലവർക്ക് പതികം പാടിയിരിക്കുന്നു. പതികത്തിൽ തിരു ഉച്ചി എന്നാണ് ഈ പ്രദേശത്തെ പരാമർശിച്ചിരിക്കുന്നത്. സമ്പന്തർ ചിദംബരത്തിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ദർശനം നടത്തിയിരുന്നു. പാടൽപ്പെട്ട സ്ഥലങ്ങളായ തിരുക്കഴിപ്പാലെ പാൽവണ്ണനാഥർ കോവിലും തിരുവേട്കളം പാശുപതീശ്വരർ കോവിലും ഇവിടെ അടുത്താണ്. അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെ തിരുപ്പുകഴിൽ പാടിയിട്ടുണ്ട്. പണ്ടുകാലത്ത് ചിദംബരം പ്രദേശത്തിൽ ഉൾപ്പെട്ട ഈ പ്രദേശത്ത് ധാരാളം നെൽവയലുകൾ ഉണ്ടായിരുന്നതിനാൽ തിരുനെൽവായിൽ എന്നായിരുന്ന ഈ പ്രദേശം ഇപ്പോൾ ശിവപുരി എന്നായി മാറി. അഗസ്ത്യ മഹർഷിക്ക് ശ്രീപരമേശ്വരനും ശ്രീപാർവതിയും പല യുഗങ്ങളിലായി വിവാഹവേഷത്തിൽ ദർശനം കൊടുത്ത പലയിടങ്ങളിൽ ഇതും ഒന്ന്. കണ്വ മഹർഷിയെ പോലെയുള്ള പല ദിവ്യന്മാരും ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ശ്രീമുരുകന്റെ അവതാരമെന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുജ്ഞാന സമ്പന്തർ സീർകാഴിയിൽ ശിവപാദ ഹൃദയർ ഭഗവതിയമ്മ ബ്രാഹ്മണ ദമ്പതികൾക്ക് മകനായി അവതരിച്ചു. സമ്പന്തരുടെ 3-ാമത്തെ വയസ്സിൽ സീർകാഴി ക്ഷേത്രത്തിലെ ബ്രഹ്മതീർത്ഥക്കുളത്തിൽ പിതാവ് നീരാടുമ്പോൾ കുളക്കരയിൽ ഇരിക്കുകയായിരുന്ന സമ്പന്തർക്ക് വിശപ്പനുഭവപ്പെട്ടതിനാൽ കുട്ടി അമ്മയെ അപ്പ എന്ന് വിളിച്ചു കരഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ശിവഭഗവാൻ ശ്രീപാർവതിയോട് വിശക്കുന്ന കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറഞ്ഞു. ശ്രീപാർവതി പരമശിവന്മാർ കുളക്കരയിൽ നന്ദിവാഹനത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞിന് ദേവി പൊൻകിണ്ണത്തിൽ ജ്ഞാനപ്പാലൂട്ടി. കുളി കഴിഞ്ഞു വന്ന ശിവപാദ ഹൃദയർ കുഞ്ഞിന്റെ ചുണ്ടിലെ പാൽ അവശിഷ്ടങ്ങൾ കണ്ട് വല്ലവരും വല്ലതും തന്നാൽ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അടിക്കാൻ വടിയോങ്ങി. ആകാശത്തേക്ക് നോക്കി തോടുടയ ചെവിയൻ എന്ന് കുട്ടി പതികം പാടിയത് കേട്ട് തൻ്റെ കുഞ്ഞിന് പാലൂട്ടിയത് ശിവപാർവതിമാരാണെന്ന സത്യം തിരിച്ചറിഞ്ഞ ശിവപാദ ഹൃദയർ ആശ്ചര്യപ്പെട്ടു. അന്നിലിരുന്ന് കുട്ടി ശിവക്ഷേത്രങ്ങൾ പിതാവിനൊപ്പം സന്ദർശിച്ചും അല്ലാതെയും പതികങ്ങൾ പാടാൻ തുടങ്ങി. കൈകൊട്ടിപ്പാടുന്ന കുഞ്ഞിൻ്റെ തളിർ കൈ വേദനിക്കുമല്ലോ എന്നോർത്ത് ശിവഭഗവാൻ തിരുക്കോലക്ക ക്ഷേത്രത്തിൽ വെച്ച് തിരുജ്ഞാന സമ്പന്തർക്ക് പൊൻതാളവും പാർവതീദേവി താളത്തിന് ശബ്ദവും നൽകി. കാലം പോകെ തിരുജ്ഞാന സമ്പന്തർ അവിവാഹിതനായി തുടർന്നു കളയുമോ എന്ന് ഭയന്ന വീട്ടുകാർ അദ്ദേഹത്തിന്റെ 12-ാം വയസ്സിൽ വിവാഹം നിശ്ചയിച്ചു. ഭഗവാന് പതികം പാടാനാണ് തന്റെ പിറവി എന്ന് പറഞ്ഞ് തിരുജ്ഞാന സമ്പന്തർ വിവാഹത്തിന് സമ്മതിച്ചില്ല. ഭഗവാന് വേണ്ടി നടത്തുന്ന യാഗത്തിന് ദമ്പതി സമേതരായി ഇരുന്നാൽ മാത്രമേ യാഗത്തിന് ഫലം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടുകാർ തിരുജ്ഞാന സമ്പന്തരെ വിവാഹത്തിന് സമ്മതിപ്പിച്ചു. തിരുനെല്ലൂരിലുള്ള നമ്പ്യാണ്ടാർ നമ്പിയുടെ പുത്രി സ്തോത്രപൂരണാംബികെ എന്ന പെൺകുട്ടിയുമായിട്ടാണ് സമ്പന്തരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. അച്ചാൾപുരം ശിവലോകത്യാഗർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടത്താൻ തീരുമാനിക്കപ്പെട്ടിരുന്നത്. തിരുജ്ഞാന സമ്പന്തരും പ്രതിശ്രുത വധുവും സ്വന്തക്കാരും നീലകണ്ഠ യാഴ്പ്പാണർ, നീലനക്ക നായനാർ എന്നിവരടക്കമുള്ള ശിവസേവകരുമായി 63 അംഗ സംഘം ചിദംബരത്ത് നിന്ന് അച്ചാൾപുരം കോവിലിലേക്ക് പുറപ്പെട്ടു. തിരുനെൽവായിലെത്തിയപ്പോഴേക്കും നേരം ഉച്ചയായിരുന്നു. വെയിലിനാലും വിശപ്പിനാലും അവർ തിരുനെൽവായിൽ ക്ഷേത്രത്തിൽ വിശ്രമിച്ചു. തിരുജ്ഞാന സമ്പന്തരും കൂടെയുള്ള ശിവഭക്തരും വിശപ്പ് കൊണ്ട് വലയുന്നത് മനസ്സിലാക്കിയ ഇവിടത്തെ മൂലവർ കോവിലിലെ ജോലിക്കാരൻ്റെ വേഷത്തിൽ വന്ന് ഏവർക്കും രുചികരമായ സദ്യ വിളമ്പി. ഉച്ചനേരത്ത് സദ്യ വിളമ്പിയതിനാലും മധ്യാഹ്നവേളയിൽ ഭക്തരുടെ വിശപ്പ് മാറ്റിയതിനാലും ഭഗവാൻ ഉച്ചിനാഥേശ്വരർ, മധ്യാഹ്നേശ്വരർ എന്നെല്ലാം അറിയപ്പെട്ടു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ മുന്നേർപ്പാടില്ലാതെ വന്ന തങ്ങൾക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പിയ ജോലിക്കാരന് നന്ദി പറയാൻ സമ്പന്തർ നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സദ്യ തന്നത് ശിവഭഗവാനാണെന്ന് മനസ്സിലാക്കിയ സമ്പന്തർ ഭഗവാന് നന്ദി പറഞ്ഞ് പതികം പാടിക്കൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു എന്നാണ് കഥ. ഏകദേശം 1000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന ശിവപുരി ഉച്ചിനാഥസ്വാമി തിരുക്കോവിൽ പല്ലവ മന്നന്മാരുടെ നിർമ്മിതിയാണെന്നാണ് അനുമാനം. പിന്നീട് ഭരിച്ച രാജാക്കന്മാരും നഗരത്താർമാരും ക്ഷേത്രത്തിനായി ധാരാളം തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. 5 നില രാജഗോപുരത്തോടെയും ഒരു പ്രകാരത്തോടെയും കിഴക്ക് ദർശനമായി ഏകദേശം 1 ഏക്കറിലാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന് എതിരിലാണ് നീരാഴി മണ്ഡപത്തോടു കൂടിയ തീർത്ഥക്കുളം.
നന്ദിമണ്ഡപം ബലിപീഠം കടന്നാൽ പ്രധാന മണ്ഡപം. പ്രധാന മണ്ഡപത്തിൽ ദ്വാരപാലകർ കാവൽ നിൽക്കെ ശ്രീപരമേശ്വരൻ, ഉച്ചിനാഥ സ്വാമി, ഉച്ചിനാഥേശ്വരർ എന്നീ നാമങ്ങളിൽ സ്വയംഭൂ ശിവലിംഗമായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. കരുവറയ്ക്കുള്ളിൽ തന്നെ ശിവപാർവതിമാരുടെ തിരുമണക്കോലവുമുണ്ട്. അതേ മണ്ഡപത്തിൽ തന്നെ തെക്ക് ദർശനമായാണ് അമ്പാൾ സന്നിധി. ദ്വാരപാലികമാർ കാവൽ നിൽക്കുന്ന സന്നിധിയിൽ ദേവി ശ്രീപാർവതി, ഉച്ചിനായകി, കനകാംബികെ എന്നീ നാമങ്ങളിൽ നിൽക്കുന്ന രൂപത്തിലുള്ള സുന്ദരമായ പ്രതിഷ്ഠയാണ്. കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അന്നപ്രാശനം നടത്തിയാൽ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് അന്നത്തിന് മുട്ടുവരില്ല എന്നാണ് വിശ്വാസം. വിവാഹ തടസ്സങ്ങൾ മാറ്റാനും ഉത്തമമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ അർദ്ധനാരീശ്വരർ, കാശി വിശ്വനാഥർ, വിശാലാക്ഷിയമ്മൻ, നർത്തന വിനായകർ, ദക്ഷിണാമൂർത്തി, അണ്ണാമലയാർ, ബ്രഹ്മാവ്, ദുർഗ, വിനായകർ, വള്ളിദേവയാനി സമേത മുരുകൻ, ചണ്ഡികേശ്വരർ, നവഗ്രഹങ്ങൾ, പഞ്ചഭൂതലിംഗങ്ങൾ, നടരാജർ, ശിവകാമിയമ്മൻ, ശനീശ്വരൻ, സൂര്യൻ, ചന്ദ്രൻ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം നെല്ലിമരം. ക്ഷേത്രതീർത്ഥം കൃപാസമുദ്രം. ആഗമവിധി പ്രകാരമുള്ള 5 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വൈകാശി വിശാഖം, ശിവരാത്രി, നവരാത്രി, കാർത്തിക സോമവാരം, പ്രദോഷം, അമാവാസി എന്നിവയൊക്കെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 6:30 മണി മുതൽ 11:30 മണി വരെ, വൈകുന്നേരം 5:30 മണി മുതൽ 7:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കടലൂരിൽ നിന്ന് 49 കിലോമീറ്റർ, ചിദംബരത്ത് നിന്ന് 6 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചിദംബരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.